ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ടെക് വിത്ത് സ്പോർട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മളിവിടെ ഒരു ടെക് വീഡിയോ ആയിട്ട് വന്നത്. കൂടുതലും ഈ ചാനലിൽ ഞാനൊരു സ്പോർട്സ് വീഡിയോസാണ് ഇടാറ്. അപ്പോൾ ഇന്നൊരു ടെക് വീഡിയോ ആയിട്ട് വരാൻ കാരണം ഞാനൊരു പുതിയ ഫോൺ വാങ്ങി. അപ്പോൾ ആ ഫോണിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാനാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ മേടിച്ചിട്ടുണ്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റും ചെയ്യുക. അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ ടെക് വിത്ത് സ്പോർട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മേടിച്ച പ്രോഡക്റ്റ് ഏതാണെന്ന് അറിയണ്ടേ? ഇനിയിപ്പോൾ ഷൂട്ട് ചെയ്യണതായി ഐഫോൺ 13 പ്രോയിലാണ്. ബട്ട് ഞാൻ മേടിച്ച ഫോൺ എൻ്റെ വൈഫിന് വേണ്ടിയാണ്. ഒരു നോർമൽ ഫോണാണ് മേടിച്ചത്. ഒരു 20,000 താഴെയുള്ള ഒരു നല്ലൊരു ഫോണാണ് മേടിച്ചത്. ഞാൻ ഫോൺ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് മുതൽ. ഇതുണ്ടോ, മോട്ടോ G84 5G എന്ന ഫോണാണ് മേടിച്ചത്. മോട്ടോ G84 5G എന്ന് പറഞ്ഞ ഫോൺ എന്തുകൊണ്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് നമുക്ക് പോവാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് മോട്ടോ G5G എന്ന് എഴുതിയിട്ടുണ്ട്. കളർ ഇവിടെ എഴുതിയിട്ടുണ്ട് പാൻഡോൺ വിവ മജന്ത. നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ കളറ്. പിന്നെ ഇത് പ്ലാസ്റ്റിക് ഫ്രീ പാക്കിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ, പ്ലാസ്റ്റിക് ഫ്രീ പാക്കിംഗ്. പിന്നെ ഇപ്പുറ സൈഡിൽ മോട്ടറോള എന്ന് എഴുതിയിട്ടുണ്ട്, മോട്ടറോള എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ അവർ അതിൻ്റെ സീരിയൽ നമ്പർ, കാര്യങ്ങൾ, അതിൻ്റെ വില, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അവർ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഇതിൻ്റെ IMEI നമ്പർ, കാര്യങ്ങൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് 12 GB റാം 128 GB റോം വേരിയൻ്റ് ആണ് മേടിച്ചത്. 12 GB റാം 256 കാരണം വൈഫാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് ഒത്തിരി കോളേജിലെ ഡേറ്റാസൊക്കെ സ്റ്റോർ ചെയ്യാനുണ്ട്. പിന്നെ അവൾ PhD ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ കുറേ കാര്യങ്ങൾ സേവ് ചെയ്യാനുണ്ട്. അപ്പം 256 വേണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ 128 ആണ്. അതിന് പറ്റത്തില്ല, അതുകൊണ്ടാണ് 256 എടുത്തത്. അപ്പോൾ ഇതിൻ്റെ വില ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇതിലിവിടെ സാർവാലു എഴുതിയിട്ടുണ്ട് കേട്ടോ. സാർവാലു നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? സാർവാലു എഴുതിയേക്കണത് 1.20, അത് ഹെഡും 1.19 ബോഡിയാണ്. അപ്പോൾ 1.6 ആണ് നമ്മുടെ ലിമിറ്റിൻ്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പിന്നെ മോട്ടറോള മൊബിലിറ്റി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ബോക്സ് ഒന്ന് തുറന്നു. ഇതേ ബോക്സ് ഞാൻ തുറക്കാൻ പോവാണ്. ഇത് ഓൾറെഡി ഓപ്പൺഡ് ആണ്, കാരണം ഇതെൻ്റെ കസിനാണ് ഈ ഫോൺ മേടിച്ചത്. ഓൺലൈൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഒരു വട്ടം ഓർഡർ ചെയ്തു, പിന്നീട് വില കുറഞ്ഞു വന്നപ്പോൾ ക്യാൻസൽ ചെയ്ത് പിന്നെ ഓർഡർ ചെയ്തൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ ഇത് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ഫോൺ ഇതാണ് കേട്ടോ. ഫോൺ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഉള്ളത് ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് പേപ്പർ വർക്ക്സ്, 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഇത് കൊടുത്തിട്ടുണ്ട് അവരതിൻ്റെ അകത്ത്. ഇത് വലിയൊരു കാര്യമാണ് ഈ ഫാസ്റ്റ് ചാർജർ കൊടുത്തേക്കണേ. പിന്നെ ടൈപ്പ് C to C അല്ല, ടൈപ്പ് A to C ഒരു കേബിള്. ഇത്രേ ഉള്ളൂ ബോക്സിൻ്റെ അകത്ത്. പറയാൻ മറന്നു, കവറുണ്ട്. ഇതാട്ടോ മജന്ത കളർ കവറുണ്ട്. അപ്പോൾ ഈ കവർ ഇട്ടാണോ വരുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഓപ്പൺ ബോക്സ് ആണ്. അപ്പം ഇത് കസിൻ ഇതിൻ്റെ അകത്ത് ഇട്ടാണോ എടുത്തത്, അതോ വന്നപ്പോൾ ഇട്ടാണോ കിടന്നത്, അതോ വന്നതിന് ശേഷം ഇട്ടതാണോന്ന് എനിക്കറിയത്തില്ല. അത് കൈ പിടിക്കുമ്പോണ്ടല്ലോ ഐഫോണിൻ്റെ ഒക്കെ വെയിറ്റ് ഉണ്ടല്ലോ, നല്ല വെയിറ്റ് ഐഫോണിൻ്റെ. പക്ഷേ ഈ സാധനം കൈ പിടിക്കുമ്പോൾ പൂ പോലെ ഉണ്ട്, നല്ല മൃദുലമായിട്ട് ലൈറ്റ് വെയിറ്റ് സാധനമാണിത്. എന്താ പറയുക, ഇത് പോക്കറ്റിലിട്ട് അറിയില്ല പോക്കറ്റിൽ ഈ സാധനം ഉണ്ടെന്ന്, കൈ പിടിച്ച് അറിയത്തില്ല. അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് സാധനമാണ് കേട്ടോ ഈ ഫോൺ. അപ്പം നമുക്കിപ്പോൾ കിട്ടിയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് സ്ക്രീൻ ഗാർഡ് കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല, പ്രീ ഇൻസ്റ്റാളായിട്ട് സ്ക്രീൻ ഗാർഡ് വരുന്നില്ല. കവറുണ്ട്, യെല്ലോയിഷ് ആവണ ഒരു കവറാണ്. കവർ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അറിയാം ഇതിന് ലോ ക്വാളിറ്റിയാണ്, വലിയ ക്വാളിറ്റി ഒന്നുമില്ല. അപ്പോൾ ഇതിന് കവർ വാങ്ങണം, പിന്നെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കണം, സിം ഇതിലേക്ക് മാറ്റി വൈഫിൻ്റെ ഫോൺ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ക്യാമറ സാമ്പിൾ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വില ഞാൻ പറയാം. ഇത് 19,999 ഈ ഫോൺ നെറ്റിലൊക്കെ കാണിച്ചത്. എനിക്ക് ഈ ഫോൺ കിട്ടിയത് ആദ്യം ഇത് 18,999 വന്നപ്പോൾ ഞാൻ ഓർഡർ ചെയ്തു. പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് 17,999 വന്നു. അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്ത് 17,999 ആണ് ഞാൻ മേടിച്ചത്. ഈ കളർ വേണമെന്ന് വൈഫ് പറഞ്ഞുകൊണ്ടാണ് ഈ കളർ തന്നെ എടുത്ത് കൊടുത്തത്. നല്ല അടിപൊളി കളറ്, കൈ പിടിക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ പുറകെ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല, ഓണാക്കിയിട്ടില്ല. ഓണാക്കി ഇതെങ്ങനെ വരും, ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണൊക്കെ ഞാൻ പുറകെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. നമുക്ക് വേറൊരു ചാനൽ കൂടെ ഉണ്ട്, AGP's വേൾഡ്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതിലും പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരാം കേട്ടോ.
അപ്പോൾ അതിൽ നമ്മുടെ ട്രാവൽ വ്ളോഗ്സ് ഒക്കെ വരും. ഇതിലാണ് നമ്മുടെ ടെക് വീഡിയോസ്, സ്പോർട്സ് വീഡിയോസ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എബ്രഹാം ഈ ചാനലിൽ നിന്ന് ഇവിടെ പറയുന്നു തൽക്കാലത്തേക്ക്. അപ്പോൾ ബൈ ഫ്രം ടെക് വിത്ത് സ്പോർട്സ്.